ക്രിമിനൽ കേസിലെ കക്ഷികൾക്ക് നിയമോപദേശം നൽകിയ അഭിഭാഷകർക്ക് സമൻസ് അയക്കുന്നതിന് അന്വേഷണ ഏജൻസികൾക്കുള്ള വിലക്കും നിലവിൽ വരികയാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ 132-ാം വകുപ്പ് പ്രകാരം കക്ഷിയുമായുള്ള ആശയവിനിമയം പുറത്തുവിടേണ്ടതില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. പി ബസന്ത് ഏത് കോടതിയുടേതാണ് ഇങ്ങനെയൊരു നിർദ്ദേശം? അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? നിയമപരമായ സാധുത എങ്ങനെയാണ് വിശദീകരിക്കുന്നത് കോടതി? സുപ്രീം കോടതിയുടെ 3 ബെഞ്ചിന്റേതാണ്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ ഒരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് ചില കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒരു മുതിർന്ന അഭിഭാഷകന് അന്വേഷണ ഏജൻസി സമൻസ് അയച്ചിരുന്നു. അതായത് എൻഫോഴ്സ്മെന്റ് കേസിൽ ഈ അഭിഭാഷകൻ ഒരു നിയമോപദേശം ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചൂട് പിടിച്ചിട്ടാണ് അഭിഭാഷകന് നോട്ടീസ് അയച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്വമേധയാ കേസ് കിട്ടിയായിരുന്നു സുപ്രീം കോടതി. ഈ സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചില പ്രത്യേക സാഹചര്യം ഒഴിച്ചുള്ള മറ്റൊരു ഘട്ടത്തിലും അഭിഭാഷകർക്ക് സമൻസ് അയക്കരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിമിനൽ കേസിലെ കക്ഷികൾക്ക് നിയമോപദേശം നൽകിയതിന് അഭിഭാഷകർക്ക് സമൻസ് അയക്കാൻ വിലക്കുണ്ടാകും. അതേപോലെ ഭാരതീയ സാക്ഷ്യ നിയമത്തിലെ 132-ാം വകുപ്പ് പ്രകാരം കക്ഷിയുമായുള്ള ആശയവിനിമയം പുറത്തുവിടേണ്ടതില്ല എന്നുള്ളതാണ് നിയമം. അത് കോടതിക്ക് എടുത്ത് പറയുന്നുണ്ട്. ഈ വകുപ്പിൽ നിന്ന് ഒഴിവ് വേണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ വേണം. ഇത് SP താഴെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രേഖയിലാക്കി അതിനുശേഷം മാത്രം സമൻസ് ആവശ്യമെങ്കിൽ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് കോടതി ചെയ്തത്. ശരി.